ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ്. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന ലെസൺ എന്നുള്ള ക്വസ്റ്റ്യൻ ആണത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് പവർ ഓഫ് ലൈറ്റ് സോഴ്സ് S1 to that of light source S2 is 2. S1 is emitting 2 into 10 raised to 15 photons per second at 600 nanometer. If the wavelength of source S2 is 300 nanometer, then the number of photons per second emitted by S2 is. So we have two sources. So our first source S1, second source S2. Our power in the ratio, see first source in the power P1 divided by second source in the power P2, that ratio is given, it is 2. Okay. And S1 is emitting 2 into 10 raised to 15 photons per second at 600 nanometer. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ S1 എന്ന് പറയുന്ന സോഴ്സ് 600 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ഫോട്ടോൺസ് എമിറ്റ് ചെയ്യാം അല്ലേ. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റ് പെർ സെക്കൻഡ് എത്രയാണ്? 2 into 10 raised to 15 ആണ്. സോ ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ബൈ സോഴ്സ് S1 2 into 10 raised to 15 ആണ് അല്ലേ. അത് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിന്റെ വേവ് ലെങ്ത് λ1, ഇറ്റ് ഈസ് 600 നാനോമീറ്റർ. Then second source, if the wavelength of source S2 is 300 nanometer, അപ്പോൾ സെക്കൻഡ് സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് 300 നാനോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ബൈ ദ സെക്കൻഡ് സോഴ്സ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. N2 എത്രയെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. നമുക്കറിയാം പവർ എന്ന് പറയുന്നത് പവർ ഈക്വൽ ടു നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ഇൻ ടു ഫോട്ടോണിൻ്റെ എനർജി, അത് വേവ് ലെങ്ത് തന്നതുകൊണ്ട് hc/λ. ഈക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഇവിടുന്ന് n ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? P(λ/hc) എന്ന് കിട്ടി. ഈ h കോൺസ്റ്റൻ്റ് ആണ്. n ഇക്വേഷൻ ഇപ്പം എന്ത് വരും? hcയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ n പ്രപ്പോർഷണൽ ടു P(λ) എന്ന് വരും. അങ്ങനെയാണെങ്കിൽ N2 ഡിവൈഡഡ് ബൈ N1 എന്ന് പറയുന്നത് P2 ഡിവൈഡ് ബൈ P1 into λ2 divided by λ1 ആയിരിക്കും. സോ N2 ഡിവൈഡഡ് ബൈ N1 is equal to, ഓക്കെ നോക്കാം നമുക്ക്. P1 by P2 2 ആണെങ്കിൽ P2 by P1 എന്ന് പറയുന്നത് 1/2 ആണ്. λ2 എന്ന് പറയുന്നത് 300 ആണ്. λ1 എന്ന് പറയുന്നത് 600 ആണ് അല്ലേ. സോ N2 ഡിവൈഡഡ് ബൈ N1 എന്ന് പറയുന്നത് ഇത് നമ്മൾ കട്ട് ചെയ്യും അല്ലേ. സോ ഇത് കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ 2 വന്നു. സോ 1/4 എന്ന് വരും അല്ലേ. അപ്പോൾ N2 എന്ന് പറയുന്നത് എത്രയാണ്? 1/4 N1 ആണ് അല്ലേ. ആ N1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. സോ N2 ഈക്വൽ ടു 1/4 into 2 into 10 raised to 15 ആണ് അല്ലേ. സോ നമ്മളത് സോൾവ് ചെയ്താൽ 14 ഓർഡറിലേക്ക് എഴുതിയാൽ 20 into 10 raised to 14 ഡിവൈഡ് ബൈ 4 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 5 into 10 raised to 14 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് എത്രയാണ്? 5 ആണ് നമ്മളുടെ ആൻസർ. ശരിയല്ലേ? 5 into 10 raised to 14 ആണ്. അപ്പോൾ ഡാഷ് into 10 raised to 14 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ 5 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ.